ആൻറ്റോഗസ്. ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി ഉണ്ടാക്കാൻ വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റാതെ പോയതും അതുതന്നെയാണ്. കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളോട് കൂടെ നിന്നു എന്നുള്ളൊരു പ്രതീതി അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ രീതിയിൽ അടുത്ത സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് 102 സീറ്റ് എന്ന് പറഞ്ഞാൽ UDF വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മുഖ്യമന്ത്രിക്ക് അതിൽ ആ രീതിയിൽ കുറേ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ ശൈലിയും സംസാര രീതിയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ റീലുകൾ ഓടുന്നുണ്ട്. കാരണം അവർക്ക് മോഡിഫിക്കേഷൻ നടത്താൻ നടത്താൻ പറ്റില്ലയോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നില്ലെങ്കിൽ കുറേ ആംഗ്യങ്ങൾ കൊണ്ടൊക്കെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തിന് ആവശ്യമാണ്. കാരണം ഇന്നത്തെ റീലുകൾ മുഴുവൻ ഓടുന്നത് ആ ആംഗ്യത്തിൻ്റെ പുറത്താണ്. കാരണം ഒരു വാക്ക് കൊണ്ട് ഒരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, നമ്മൾ വന്നത് ഇത് നടപ്പിലാക്കാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഈ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, വയോജന വകുപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് ആവശ്യമായ ഒരു വകുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്തുകൊണ്ടാണ്, ഇന്നത്തെ കാലത്ത് യൂറോപ്പിലും UK-ലും ഒക്കെ താമസിക്കുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം വയോജനങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ വീടുകളിലാവും. കേരളം അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനം പോയി കാണേണ്ട പോലെ കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെയുള്ളവരെല്ലാവരും വിദേശത്തേക്ക് പോയി അവിടെ സ്ഥിരതാമസാക്കിയും പ്രായമായവർ കേരളത്തിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ കോട്ടയം പോലെയുള്ള ഡിസ്ട്രിക്ട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ വീടുകൾ താമസിക്കുന്ന വയോജനങ്ങൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സംവിധാനത്തെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു വകുപ്പ് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിനോട്, ഈ പ്രായമായവരെ നമ്മുടെ സമൂഹത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വകുപ്പുണ്ടെയും അതിനെ മേൽനോട്ടം വഹിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഈ വർഗീയ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വോട്ടും കൂടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ വി ഡി സതീശന് 102 സീറ്റടക്കം കിട്ടാനുള്ള കാരണം എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് BJPക്ക് എതിരെയുള്ള ഒരു വോട്ടും കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെല്ലാം വലിയ ശക്തമായ ഒരു ഒഴുക്കാണ് വി ഡി സതീശൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ ഭാഗത്തേക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അവർ നിന്ന സീറ്റുകളും നിന്ന സ്ഥലങ്ങളിലെ ന്യൂനപക്ഷ ജനത എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ വന്ദേമാതരമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്നത്. ഇപ്പം അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ചയാകാൻ പോകുന്നതാണ്. വളരെ മൈന്യൂട്ടായി നമ്മൾ എടുക്കുന്ന തീരുമാനം ഇത് തന്നെയാണ് LDF സർക്കാർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറ്. ഇത് വളരെ മൈന്യൂട്ടായ കാര്യമാണല്ലോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എന്താണ് 4 വരി വാരുന്നതിൻ്റെ കൂടെ 2 വരി വാരിയും കൂടി ഇപ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ ഒരു സെറിമണി അല്ലേ, അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു കല്ലുകടിയും ഇല്ലാതെ മുന്നോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്, കാരണം ആ ചോദ്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ ഒരു വർഗീയ നിലപാടിൻ്റെ ഭാഗമായി എന്ന് ചിന്തിക്കാതെ ഇത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് രൂക്ഷമായി വരും എന്നുള്ളതാണ്. ജനങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളൊരു നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ജനകീയൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണുന്നത് VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിനെയാണ്. കാരണം രണ്ടുപേരിലെയും കിട്ടുന്ന പോസിറ്റീവ് വശം വി ഡി സതീശൻ എടുക്കാൻ നോക്കുന്നു എന്നുള്ളത് ഞാൻ കാണുന്നു. കാർക്കശക്കാരൻ എന്ന് കണ്ടാൽ അതിനകത്ത് നമ്മൾ കാണുന്നത് പിണറായി വിജയനെയാണ്. കാർക്കശക്കാരൻ്റെ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ആ രീതിയിലെല്ലാം, കാരണം ഇത് കഴിഞ്ഞ 10 വർഷമായി കണ്ടു പഠിച്ചതാണ്. അപ്പം നമ്മൾ ചോദിക്കുമല്ലോ, അരുൺ സാർ നേരത്തെ പറഞ്ഞു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ അടിയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിന് ഉത്തരവിടാൻ തീരുമാനിച്ചു എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ വന്നു, നമ്മുടെ കൂടെ നിന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, കാരണം സർക്കാർ വന്നു, അവർ നേതാക്കന്മാരെല്ലാം കൂടി ഒന്നായി എന്നുള്ള നിലയിലേക്കൊരു പൊതുബോധമുണ്ട്. കാരണം LDF സർക്കാർ മാറി UDF സർക്കാർ വന്നപ്പോൾ ഒരു നിലപാടും അങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അവർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്, പക്ഷേ ഒരു നിലപാട് സ്വീകരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ആ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഈ കൂടെ ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് UDF വിട്ടു വന്നു. UDF ഈ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ്, ആ സമയത്ത് വിട്ടു വന്നു. എന്തുകൊണ്ടാണ് വിട്ടു വന്നത്? കാരണം നമ്മളതിൻ്റെ കൂടെ ഇല്ല.
നമ്മളതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു പ്രതീതിയാണ് അന്ന് സൃഷ്ടിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള നിലപാടുകൾ LDFന് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം 1 കോടിയിലധികം വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 81 ലക്ഷം വോട്ട് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. കാരണം നമ്മുടെ വോട്ട് പാഴായി എന്ന് വിചാരിക്കുക. അവർക്കൊരു പോസിറ്റീവായ ഒരു മെസ്സേജ് ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 ദിവസമായി അല്ലേ, 15 ദിവസമായി സർക്കാർ റിസൾട്ട് വന്ന് പുറത്തോട്ട്. ഈ 15 ദിവസമായിട്ടും LDFൻ്റെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവായൊരു മെസ്സേജ് എങ്ങനെ ഈ സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ ജില്ലാ കമ്മിറ്റി നടക്കുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട്, അവിടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അഭിപ്രായം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അഭിപ്രായം പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇതിനെ കൊണ്ടുപോകും എന്നുള്ളത്. കാരണം പല CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. എവിടെ മറുപടി പറയണം, എവിടെ പറയണം. ഇപ്പോൾ ഇന്നത്തെയൊക്കെ നോർമൽ സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തേരോട്ടം ഉണ്ടായിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു 50% ആൾക്കാരും ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ആ പകച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, പകച്ച് നിൽക്കുന്നതിന് മറുപടി ഇല്ല എന്നുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മൈക്കൊക്കെ മറുപടി പറയുന്നില്ല. കാരണം മറുപടി ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നോർമലി പ്രതിപക്ഷ നേതാവ് എന്നുള്ള വന്ദേ ഭാരതിനെതിരായ ഒരു മറുപടി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല, പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. പിന്നെ പറയുന്ന ആരാണ്, ബാലഗോപാലും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ബാലഗോപാൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മല എലിയെ പറ്റതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. മല എലിയെ പറ്റതെന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ 21,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 3,000 മാത്രം കൊടുത്തു. അത് ബാലഗോപാലിൽ നിന്നല്ല കേരളത്തിലെ ഇടതുപക്ഷവും CPMഉം അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസികളും ഈ പറയുന്ന സർക്കാരിനെതിരെ നിൽക്കുന്ന ആൾക്കാരും ഇത് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കും. അത് പ്രതീക്ഷിക്കുന്നത് എവിടെ നിന്നാണ്, അത് പിണറായി വിജയനിൽ നിന്നും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളിൽ നിന്നുള്ള വലിയ പിന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യം. മലയാളിനെ കുറിച്ച് എപ്പോഴും പറയുക എന്ന് പറയുന്നത് വളരെ ഷോർട്ട് മെമ്മറിയാണ് എന്നാണ് പറയുക. ഷോർട്ട് മെമ്മറിയാണ്, നമ്മൾ ഒന്നും മറന്നു. ഇത് അത്ര ഷോർട്ട് മെമ്മറി അല്ല കേട്ടോ. നവകേരള സദസ്സ് നടക്കുന്നത് 15/12/2023 എന്ന് പറഞ്ഞാൽ 2.5 വർഷം മുൻപ് നടന്നൊരു വിഷയമാണ്. അത് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിയോ. ഓരോ ദിവസവും നമ്മളെ റീലുകൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നോക്കുമായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ 2011 കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ വിഷ്വലും ഇന്ന് സത്യപ്രതിജ്ഞ വിഷ്വലും കൂടെ റീലായി വരുവാണ്. മനസ്സിലായോ? ഉമ്മൻചാണ്ടിയുടെ സത്യപ്രതിജ്ഞയും VD സതീശൻ്റെയും സത്യപ്രതിജ്ഞ. കാരണം ജനങ്ങളിങ്ങനെ ഓരോ മിനിറ്റ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഓടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, കാലത്തിനനുസരിച്ച് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മലയാളി ഷോർട്ട് മെമ്മറിയാണ്, നമ്മളവിടെ പറ്റിച്ചത് അറിയില്ല, ഇവിടെ പറ്റിച്ചത് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് അത് നടന്നത് അറിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ആ കാലമല്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായ നിലപാടുകളാണ് തുടക്കത്തിൽ സ്വീകരിക്കുന്നത്. ഇത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം. പത്രക്കാർക്ക് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കാണും എന്ന് പറഞ്ഞല്ലോ. അത് വലിയ ഈ പിണറായി വിജയൻ സർക്കാരിന് 2021 തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക കാരണം എന്തായിരുന്നു അറിയോ? ഏക കാരണം ട്രാൻസ്പെറൻസിയാണ്. കാരണം അന്ന് വൈകുന്നേരം നടക്കുന്ന കാര്യം അന്ന് വൈകുന്നേരം പറയുമായിരുന്നു, നെക്സ്റ്റ് ഡേ വൈകുന്നേരം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് മിനിറ്റ് ബൈ മിനിറ്റ് അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ് റിലീസ് വരും, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയും. അത് ചില മാധ്യമങ്ങൾ കൊടുക്കും, ചില മാധ്യമങ്ങൾ കൊടുക്കില്ല. അതിൻ്റെ നെഗറ്റീവ് മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പം ഇതെല്ലാം സതീശൻ VD സതീശൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കാര്യം അറിയാം, ഇത് ഇങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിനൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.